ഹലോ ഗായ്സ്, അപ്പോൾ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സ് എടുക്കണം, അതാണ് വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമുക്ക് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല. പൊതുവെ എനിക്കൊരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ എൻ്റെ ഏച്ചി അത് കണ്ടിട്ട് ഓക്കെ എന്ന് പറയണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് തീരെ പിടിക്കില്ല. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കില്ല, പക്ഷേ എൻ്റെ ഏച്ചി കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സമാധാനമാണ്. അപ്പം ഞാനും ഏച്ചിമാരും കൂടിയിട്ട് പോയി സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പോകുമ്പം തന്നെ അവർ സാരി എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഞാൻ വിചാരിച്ചു റെഡിമെയ്ഡ് സാരിയോ വല്ലതും നോക്കാമെന്ന്. അപ്പോൾ ഇവരിങ്ങനെ സാരി നോക്കുന്നത് കണ്ടപ്പോൾ എനിക്കും കുറേ സാരിയെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഞാനും ട്രൈ ചെയ്യാൻ തുടങ്ങി. എന്താ ഇപ്പം എടുത്ത സാരി എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിൻ്റെ ഒരു പിങ്ക് കളറും കൂടി ഉണ്ടേനു. അപ്പോൾ പിന്നെ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ രണ്ട് ഏച്ചിമാരും പിങ്കും ഈ ഒരു ബ്ലൂ കളറും എടുക്കാമെന്ന് തീരുമാനിച്ചു. അതിങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ച് പിന്നെ വീണ്ടും കുറേ സാരികൾ നോക്കാൻ തുടങ്ങി. ഒരുപാട് കളക്ഷൻ ഉണ്ട്. അപ്പോൾ പറഞ്ഞില്ലല്ലോ, നമ്മൾ പോയത് തളിപ്പറമ്പിലുള്ള സെഞ്ചുറിയിലായിരുന്നു. ആടുന്ന് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് സാരി ആണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സ് ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തളിപ്പറമ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മിക്ക ആളുകളും പോയിട്ടുണ്ടാവും. അപ്പോൾ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു ബ്ലൂവും പിന്നെ പിങ്കും വെച്ച് നോക്കുമ്പോൾ എനിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമായി. പൊതുവേ എന്താണെന്നറിയില്ല, എനിക്ക് പിങ്കിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് സാധനം എടുക്കുമ്പോഴും എനിക്ക് പിങ്കാണ് ഇഷ്ടം. അപ്പോൾ അതിനിടയിൽ ഇവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ടേനു. പിന്നെ ഞാനൊന്ന് നോക്കി സൈഡായതിന് ശേഷം പിന്നെ ഈ ഡമ്മിക്കിട്ട സാരികൾ നോക്കാൻ തുടങ്ങി. എന്ത് രസമാണെന്നറിയാം. എല്ലാം കാണുമ്പോൾ എല്ലാം വേണമെന്നാണ് തോന്നുന്നത്. ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരുപാട് സാരികളുണ്ട്. ഇനി ഫംഗ്ഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ അതിലും ഒരുപാടുണ്ട്. പിന്നെ ഇത് ഈ ഒരു യെല്ലോ കളറിൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതും വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ സാരി ഇടാൻ അറിയില്ല ഗൈസ്. സാരി ഇടണമെങ്കിൽ എൻ്റെ ഏച്ചി ഇട്ട് തരണം, എന്നാൽ മാത്രമേ എനിക്ക് ഓക്കെ ആവും. അങ്ങനെ കുറേ നേരം എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ട്രയലിന് പോയി. എന്ത് രസമായിട്ടാണ് അടുത്ത സെയിൽസ് ഗേളിലെല്ലാം സാരി ഇട്ട് കൊടുക്കുന്നത്. നമ്മളെല്ലാം സാരി ഇടുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അവരിങ്ങനെ വെറുതെ ഒന്ന് പിടിച്ച് സെറ്റ് ആക്കുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം എത്രയായിട്ടാണ് പെട്ടെന്ന് നടക്കുന്നതെന്നറിയോ. അപ്പോൾ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ച ബ്ലൂ കളറും പിങ്ക് കളറും സാരി എൻ്റെ ഏച്ചിമാർക്ക് ഉടുപ്പിച്ചു കൊടുക്കുകയാണ്. നല്ല ഈസി ആയിട്ട് എന്ത് പെട്ടെന്നാണ് അവർ ഉടുപ്പിച്ചു കൊടുക്കുന്നത്. വല്ലാത്തൊരു സ്കില്ലാണ്. അതിൻ്റെ ഇടയിൽ ഇവൻ്റെ അമ്മക്ക് ഉമ്മ കൊടുക്കുകയാണ്. സാരി ഉടുത്ത് വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിങ്ക് എന്തോന്നറിയില്ല, എനിക്ക് എന്ത് സാധനം കണ്ടു കഴിഞ്ഞാൽ പിങ്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടോന്നറിയില്ല, എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഏച്ചിക്ക് ഇട്ടപ്പോഴും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ സാരി ഡ്രിപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതിനിടയിൽ എൻ്റെ അമ്മേൻ്റെ ഷോൾ എടുത്തിട്ട് മുണ്ടാക്കി എടുത്തിട്ട് അതിൻ്റെ അറ്റ ഇങ്ങനെ മാടി കുത്താൻ നോക്കുന്നുണ്ടായിരുന്നു. അത് കിട്ടിയിട്ടില്ല. അതിനുശേഷം എൻ്റെ മൂത്തേച്ചി പിന്നെ ആ ബ്ലൂ കളർ സാരി ട്രൈ ചെയ്യുന്നുണ്ട്. ഈ സാരി കാണുമ്പം ഭയങ്കര ഇഷ്ടമായിനേനു. എനിക്ക് നല്ല ഇഷ്ടമായിനേനു കാണുമ്പോൾ. പക്ഷേ ഏച്ചിക്ക് ഇട്ട് വന്നപ്പോൾ എന്തോ ഒരു കളർ ഇങ്ങനെ കുറച്ചൊരു ഡിമ്മായതുപോലെ ഉണ്ടേനു. അതുകൊണ്ട് തന്നെ ഏച്ചി ആ സാരി എടുത്തിട്ടില്ല. പിന്നെ ഏടെ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ കണ്ണാടീൻ്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഒരു സമാധാനം കിട്ടാത്തത് പോലെയാണ്. പിന്നെ ഷോൾ എടുത്തിട്ട് പിന്നെ സാരിയാക്കി ഇടാൻ തുടങ്ങി. കാരണം ഏച്ചിമാർക്ക് അവർ സാരി ഉടുപ്പിച്ച് കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഇടാൻ തുടങ്ങിയത്. എത്ര പെട്ടെന്നാണ് ഈ സെയിൽസ് ഗേളെല്ലാം ഇങ്ങനെ അടിപൊളിയായിട്ട് സാരി ഇട്ട് തരുന്നത്. ഞാനൊക്കെ സാരി ഇടണമെങ്കിൽ യൂട്യൂബ് കണ്ട് പഠിച്ചതിന് ശേഷം മാത്രമേ നടക്കൂ. അപ്പോൾ സാരി ഇട്ട് കഴിഞ്ഞു. അങ്ങനെ കല്യാണത്തിനുള്ള സാരി സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അമ്പലത്തിൽ പോകുമ്പോഴുള്ള സാരി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് വന്നപ്പോൾ എൻ്റെ ഏച്ചി എടുക്കുന്ന കണ്ടപ്പോൾ വെറുതെ ഞാനൊന്ന് നോക്കിയതാണ്. അപ്പോൾ ഉണ്ട് എനിക്ക് ഈ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇനി ബ്ലൗസ് വേണമല്ലോ. അപ്പോൾ ബ്ലൗസിൻ്റെ സൈഡിൽ നോക്കിയപ്പോൾ അരച്ച് തേച്ച് വെച്ച പോലെ എൻ്റെ അതേ സൈസിലുള്ളൊരു ബ്ലൗസും. പിന്നെ ഒന്നും നോക്കിയില്ല, വീണ്ടും പിങ്ക് കളറാണ്. ഞാൻ ആ ബ്ലൗസും ആ സാരി എടുത്തു. എൻ്റെ ഏച്ചിമാരും സാരിയും എടുത്തു, ബ്ലൗസിൻ്റെ തുണിയൊക്കെ എടുത്ത്. അപ്പോൾ വീണ്ടും ഏച്ചിമാർ ഒരു സൈഡിൽ പോയപ്പോൾ ഞാനും കുട്ടികളെ ഫാൻസി കണ്ടപ്പോൾ നേരെ അതിലെ ഉള്ളിലേക്ക് ഓടിക്കേരി. പിന്നെ ഒരു കമ്മലും കൂടി എടുത്തു. അപ്പോൾ കല്യാണ വിശേഷങ്ങളിലെ കുറച്ച് സംഭവങ്ങളാണ്. ഇനി അടുത്ത കാര്യങ്ങൾ അടുത്തടുത്ത വീഡിയോസിൽ ഇടാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ലവ് യു സോ മച്ച്.